പ്രപഞ്ചത്തിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയ നാൾ മുതൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? ഈ ചോദ്യം കാരണം ഒത്തിരിയേറെ സിദ്ധാന്തങ്ങൾ രൂപം കൊണ്ടു. അതിലൊരു സിദ്ധാന്തമാണ് മൾട്ടിവേഴ്സ്. അതായത് അനേകം പ്രപഞ്ചങ്ങൾക്കിടയിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ദൃശ്യപ്രപഞ്ചം എന്ന സിദ്ധാന്തം. അങ്ങനെയെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിന്റെ അതിര് കടന്നു പോയാൽ നമുക്ക് മറ്റൊരു പ്രപഞ്ചത്തിലെത്താം. അവിടുത്തെ ഭൗതിക ശാസ്ത്രത്തിലെ നിയമങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇവിടെ ഗ്രഹങ്ങൾക്ക് ഗോളാകൃതിയാണ്, എന്നാൽ ചിലപ്പോൾ മറ്റൊരു പ്രപഞ്ചത്തിൽ അത് പരന്നതായിരിക്കും. ഇവിടെ സമയം മുന്നിലോട്ടാണ് ചലിക്കുന്നതെങ്കിൽ മറ്റൊരു പ്രപഞ്ചത്തിൽ സമയം പുറകിലോട്ടായിരിക്കും പോകുന്നത്. ശരിക്കും കൗതുകമുളവാക്കുന്ന ഒരു സിദ്ധാന്തമാണ് മൾട്ടിവേഴ്സ് തിയറി. എന്നാൽ അനേകം പ്രപഞ്ചങ്ങളെക്കുറിച്ച് പറയുന്ന മറ്റൊരു വിചിത്രമായ സിദ്ധാന്തവും കൂടെയുണ്ട്. അതാണ് പാരലൽ യൂണിവേഴ്സ് സിദ്ധാന്തം. ഈ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ പ്രപഞ്ചത്തിന് തുല്യമായ ധാരാളം സമാന്തര പ്രപഞ്ചങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്ത തരത്തിൽ നമുക്ക് ചുറ്റും തന്നെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ പ്രപഞ്ചത്തിലും നമ്മുടെ മിൽക്കി വേ പോലെ ഒരു ഗാലക്സിയും അതിനുള്ളിൽ സൗരയൂഥവും ഭൂമിയും എല്ലാം ഉണ്ടായിരിക്കും. ആ ഭൂമിയിൽ നിങ്ങളുടെ മറ്റൊരു വെർഷനും ഉണ്ടായിരിക്കും. സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മൾട്ടിവേഴ്സിനെ കുറിച്ചും പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചുമൊക്കെ മുൻപ് പല തവണ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ സിദ്ധാന്തങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാണ്? അങ്ങനെ അനേകം പ്രപഞ്ചങ്ങളിൽ ഒന്ന് മാത്രമാണോ നമ്മുടെ പ്രപഞ്ചം? ശരിക്കും മൾട്ടിവേഴ്സും പാരലൽ യൂണിവേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് നോക്കാം. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് റെലവലാണ്. എക്സ്പീരിയൻസും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമൊക്കെ പലപ്പോഴും നിങ്ങളെ നല്ല ജോലി നേടുന്നതിൽ നിന്നും തടയാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നിങ്ങളുടെ സ്കിൽസ് മാത്രം ഉപയോഗിച്ച് റെലവൽ ബൈ അക്കാഡമിയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ജോലി നേടാനാകും. സ്വിഗ്ഗി, മീഷോ, യാത്ര എന്നിങ്ങനെ 200-ലധികം കമ്പനികളാണ് റെലവലിലൂടെ ഹയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലസ് ടുവിന് ശേഷം തന്റെ ഫാമിലി ബിസിനസ് നോക്കിയിരുന്ന റോഹിത്തിന് ഒരു ബിസിനസ് റൺ ചെയ്യാൻ ആവശ്യമായ എല്ലാ സ്കിൽസും ഉണ്ടായിരുന്നു. പക്ഷേ ജോലി അന്വേഷിച്ചു പോയപ്പോൾ ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ ഒരൊറ്റ കമ്പനി പോലും അവന് ജോലി നൽകിയില്ല. എന്നാൽ അവൻ റെലവലിലൂടെ ടെസ്റ്റ് എഴുതി ലോമോസിൽ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി നേടി. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഈ ടെസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. റെസ്യൂമിന്റെ പോലും ആവശ്യമില്ല. റെലവൽ 60 കോടിയിലേറെ വർത്ത് വരുന്ന ജോബ്സ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സിന്റെ ഹോർഡിംഗ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനൊക്കെ പുറമെ റെലവൽ എല്ലാ മാസവും ടോപ്പ് 3 കാൻഡിഡേറ്റ്സിന് മാക്ബുക്കും ഐഫോണും ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സൗജന്യമായിട്ട് റെലവൽ സൈൻ അപ്പ് ചെയ്യുക. മൾട്ടിവേഴ്സിനെ കുറിച്ചും പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മൾട്ടിവേഴ്സും പാരലൽ യൂണിവേഴ്സും ഒക്കെ വെറും സിദ്ധാന്തങ്ങൾ മാത്രമാണ്. നമ്മുടെ നിലവിലത്തെ ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങളുടെയും ദൃശ്യപ്രപഞ്ചത്തിനെക്കുറിച്ച് നമ്മൾ നിലവിൽ മനസ്സിലാക്കിയ വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്നത് ഈ സിദ്ധാന്തങ്ങൾക്ക് കൃത്യമായ ഒരു വിവരണമില്ല. അതിനാൽ തന്നെ പല ശാസ്ത്ര നിയമങ്ങൾ ഉപയോഗിച്ചും പല രീതികളിലും നമുക്കിവയെ വിശദീകരിക്കാം. എനിക്ക് ഏറ്റവും പ്രായോഗികമായിട്ട് തോന്നിയ രീതിയിലാണ് ഞാൻ വിശദീകരിക്കുന്നത്. അനേകം പ്രപഞ്ചങ്ങൾ എന്നത് പുരാതന കാലത്തിലെ ഗ്രീക്ക് തത്വചിന്തകരുടെ കാലം മുതലേ തന്നെയുള്ള ആശയമാണ്. 2 കണികകൾ അഥവാ ആറ്റംസ് തമ്മിൽ കൂടിച്ചേരുമ്പോൾ അനന്തരഫലമായി അവിടെ അനേകം പാരലൽ യൂണിവേഴ്സസ് അഥവാ സമാന്തര പ്രപഞ്ചങ്ങൾ രൂപം കൊള്ളുന്നുവെന്നാണ് അന്ന് തത്വചിന്തകർ കരുതിയിരുന്നത്. എന്നാൽ കാലക്രമേണ മെച്ചപ്പെട്ട ശാസ്ത്ര നിയമങ്ങളെ അടിസ്ഥാനമാക്കി കൂടുതൽ സങ്കീർണമായ വിശദീകരണങ്ങൾ നൽകാൻ തുടങ്ങി. ഒടുവിൽ 1895 അമേരിക്കൻ തത്വചിന്തകനായ വില്യം ജെയിംസ് ആണ് ഈ ആശയത്തിന് മൾട്ടിവേഴ്സ് എന്ന പേര് നൽകിയത്. ആദ്യം മൾട്ടിവേഴ്സ് സിദ്ധാന്തത്തിനെ വെറും ഒരു വിഡ്ഢിത്തം മാത്രമായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ച് ഒത്തിരിയേറെ പഠനങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ നടത്തുന്ന ഒരു സിദ്ധാന്തമാണ് മൾട്ടിവേഴ്സ്. ഇന്ന് സിനിമകളിൽ നമുക്ക് നിരന്തരമായിട്ട് കാണാൻ കഴിയുന്ന ഒരു വിഷയമായും മൾട്ടിവേഴ്സ് മാറിക്കഴിഞ്ഞു. പക്ഷേ ഓരോ സിനിമയിലും ഓരോ രീതിയിലാണ് മൾട്ടിവേഴ്സിനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ശാസ്ത്രജ്ഞരും ഓരോ രീതിയിലാണ് മൾട്ടിവേഴ്സ് സിദ്ധാന്തത്തിനെ വിവരിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് മൾട്ടിവേഴ്സ്? നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിന് ഏകദേശം 9300 കോടി പ്രകാശവർഷങ്ങളുടെ വ്യാസമുണ്ട്. ഇത് നമുക്ക് കാണാൻ കഴിയുന്ന പ്രപഞ്ചത്തിന്റെ വലിപ്പം മാത്രമാണ്. ഇതിനപ്പുറത്ത് എന്താണുള്ളതെന്ന് നമുക്കറിയില്ല.
പക്ഷേ നിലവിലത്തെ നിരീക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രപഞ്ചം ഇതിനേക്കാൾ കൂടുതൽ വലിപ്പമുള്ളത് തന്നെയായിരിക്കും. പക്ഷേ എത്ര തന്നെ വലുതായിരുന്നാലും ഈ പ്രപഞ്ചത്തിന് ഒരു അതിരുണ്ടായിരിക്കില്ലേ? അങ്ങനെയെങ്കിൽ ആ അതിരിനും അപ്പുറത്ത് എന്തായിരിക്കും? ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് മൾട്ടിവേഴ്സ്. അതായത് നമ്മുടെ പ്രപഞ്ചത്തിന് പുറത്ത് വേറെയും പ്രപഞ്ചങ്ങൾ തന്നെയായിരിക്കും ഉള്ളതെന്നാണ് മൾട്ടിവേഴ്സ് സിദ്ധാന്തം പറയുന്നത്. ഇതുപോലെ എത്ര പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അനന്തമായ പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കാം. ഓരോ പ്രപഞ്ചത്തിലും ചിലപ്പോൾ വ്യത്യസ്തമായ ഭൗതിക ശാസ്ത്ര നിയമങ്ങളായിരിക്കും ഉള്ളത്. മറ്റൊരു പ്രപഞ്ചത്തിലും ഇതുപോലെ മിൽക്കി വേക്ക് സമാനമായ ഒരു ഗാലക്സിയും അതിൽ സൂര്യന് തുല്യമായ ഒരു നക്ഷത്രവും ആ നക്ഷത്രത്തിന് ചുറ്റും ഭൂമിക്ക് തുല്യമായ ഗ്രഹവും അവിടെ മനുഷ്യരെ പോലെ ഒരു പുരോഗമന സമൂഹവും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ മറ്റൊരു പ്രപഞ്ചത്തിൽ ഗുരുത്വാകർഷണ ബലം എന്ന പ്രതിഭാസം ഉണ്ടായിരിക്കില്ല. അങ്ങനെയെങ്കിൽ അവിടെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളും ബ്ലാക്ക് ഹോൾസും അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ വേറൊരു പ്രപഞ്ചത്തിൽ പ്രകാശകിരണങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ പ്രപഞ്ചം മുഴുവൻ അന്ധകാരം നിറഞ്ഞതായിരിക്കും. മൾട്ടിവേഴ്സിൽ അനന്തമായ പ്രപഞ്ചങ്ങളുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ അനന്തമായ സാധ്യതകളും ഉണ്ടെന്നാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏതൊരു സാങ്കല്പികതയും മറ്റൊരു പ്രപഞ്ചത്തിൽ അത് യാഥാർത്ഥ്യമായിരിക്കും. പക്ഷേ എങ്ങനെയായിരിക്കും ഇത്രയും പ്രപഞ്ചങ്ങൾ ഉണ്ടായത്? നിലവിലത്തെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏകദേശം 1370 കോടി വർഷങ്ങൾക്ക് മുൻപ് ബിഗ് ബാങ്ങിലൂടെയാണ് നമ്മുടെ പ്രപഞ്ചം രൂപം കൊണ്ടത്. ബിഗ് ബാങ്ങിന് ശേഷം ഉടനെ തന്നെ ഇൻഫ്ലേഷൻ എന്ന മറ്റൊരു പ്രതിഭാസവും കൂടെ സംഭവിച്ചു. ബിഗ് ബാങ് സംഭവിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ വലിപ്പമെന്നത് അനന്തമായ സാന്ദ്രതയുള്ള ഒരു പോയിന്റിന്റെ അത്ര മാത്രമായിരുന്നു. ഈ പോയിന്റിൽ നിന്നും കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങളോളം വ്യാസമുള്ള രീതിയിൽ പ്രപഞ്ചത്തിന് വികസിക്കാൻ ഒരു സെക്കൻഡ് സമയം പോലും എടുത്തില്ല. അതായത് പ്രകാശത്തിനേക്കാൾ ഒരുപാട് മടങ്ങ് വേഗതയിലാണ് ബിഗ് ബാങ്ങിന് തൊട്ട് പിന്നാലെ പ്രപഞ്ചം ഒത്തിരിയേറെ വികസിച്ചത്. ഈ പെട്ടെന്നുള്ള അതിവേഗത്തിലുള്ള വികാസത്തിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് നേരം പോലും ഈ വികാസം തുടർന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇൻഫ്ലേഷൻ തുടങ്ങി ഒരു സെക്കൻഡ് ആകുന്നതിന് മുന്നേ തന്നെ അത് അവസാനിച്ചു. പക്ഷേ ഇത് ബഹിരാകാശത്തിന്റെ ഒരു ഭാഗത്തിൽ മാത്രമാണ് അവസാനിച്ചത്. ഇതുപോലെ ബഹിരാകാശത്തിന്റെ പല ഭാഗങ്ങളിലായി ഇൻഫ്ലേഷൻ ഇപ്പോഴും അനന്തമായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന ബഹിരാകാശത്തിന്റെ ഓരോ ഭാഗവുമാണ് ഓരോ പ്രപഞ്ചമായിട്ട് മാറുന്നത്. ഇൻഫ്ലേഷൻ അനന്തമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ പുതിയ പ്രപഞ്ചങ്ങളും അനന്തമായിട്ടുണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ഭാഗങ്ങളിലും ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് ഒരേ രീതിയിലായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രപഞ്ചങ്ങളും ഒരേപോലെ ആയിരിക്കണമെന്നും നിർബന്ധമില്ല. ഓരോ പ്രപഞ്ചങ്ങളും വ്യത്യസ്തമായിരിക്കും. ഡാർക്ക് എനർജി മാത്രമുള്ള പ്രപഞ്ചം നമ്മുടെ പ്രപഞ്ചത്തിൽ പ്രകാശം സഞ്ചരിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് കൂടുതൽ വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന പ്രപഞ്ചം, ഗുരുത്വാകർഷണ ബലത്തിന്റെ നേരെ വിപരീതമായ ശക്തിയുള്ള പ്രപഞ്ചം, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ വിചിത്രമായ പല പ്രപഞ്ചങ്ങളും ഉണ്ടായിരിക്കും. ഇതാണ് മൾട്ടിവേഴ്സ് സിദ്ധാന്തം. മൾട്ടിവേഴ്സ് സിദ്ധാന്തത്തിനെ പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രസിദ്ധമായ മറ്റൊരു സിദ്ധാന്തമാണ് പാരലൽ യൂണിവേഴ്സ് സിദ്ധാന്തം. ക്വാണ്ടം യൂണിവേഴ്സസ്, ആൾട്ടർനേറ്റ് റിയാലിറ്റീസ്, പാരലൽ ഡൈമെൻഷൻസ്, മെനി വേൾഡ്സ്, ആൾട്ടർനേറ്റ് ടൈം ലൈൻസ്, ഇങ്ങനെ പല പേരുകളിലാണ് ഈ സിദ്ധാന്തം അറിയപ്പെടുന്നത്. മൾട്ടിവേഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിനിമകളിലും സീരീസിലുമൊക്കെ യഥാർത്ഥത്തിൽ പാരലൽ യൂണിവേഴ്സിന്റെ സിദ്ധാന്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനൊരുത്തമ ഉദാഹരണമാണ് സ്ട്രേഞ്ചർ തിങ്സിൽ കാണിക്കുന്ന മറ്റൊരു ലോകം. അത് ശരിക്കും ഒരു പാരലൽ യൂണിവേഴ്സ് ആണ്. നമ്മുടെ പ്രപഞ്ചത്തിന് തുല്യമായ സമാന്തര പ്രപഞ്ചങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന സിദ്ധാന്തമാണ് പാരലൽ യൂണിവേഴ്സ് തിയറി. ശരിക്കും ഇതിനെ നമുക്ക് ശാസ്ത്രത്തിന്റെ പല നിയമങ്ങൾ ഉപയോഗിച്ചും വിശദീകരിക്കാനാകും. ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായത് ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാനത്തിലുള്ള പാരലൽ യൂണിവേഴ്സ് സിദ്ധാന്തമായിരിക്കും. ക്വാണ്ടം തിയറിയിൽ ഇലക്ട്രോണുകളെ പോലെയുള്ള തീരെ ചെറിയ കണികകൾക്ക് ഒരേ സമയത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതികളിൽ നിലനിൽക്കാനാകും. അത് വ്യക്തമാക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു പരീക്ഷണമാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇതിലൂടെ പ്രകാശ തരംഗങ്ങൾക്ക് ശരിക്കും തരംഗ സ്വഭാവം മാത്രമല്ല, മറിച്ച് ഒരേ സമയം തന്നെ തരംഗമായിട്ടും കണികയായിട്ടും നിലനിൽക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സ്വഭാവം മാത്രമേ ഒരു സമയത്തിൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല.
ഇങ്ങനെ കണികകൾക്ക് പല രീതികളിൽ ഒരേ സമയം നിലനിൽക്കാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രപഞ്ചത്തിനും ഒരേ സമയം പല റിയാലിറ്റികളിൽ നിലനിൽക്കാൻ കഴിയും. അതായത് ഒരു പ്രപഞ്ചത്തിനുള്ളിൽ തന്നെ പല പല പ്രപഞ്ചങ്ങൾ. അതിലൊരു റിയാലിറ്റിയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ ആ റിയാലിറ്റി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു രീതിയിലും പാരലൽ യൂണിവേഴ്സിനെ വിവരിക്കാൻ കഴിയും. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പോലെ മറ്റൊരു പരീക്ഷണമാണ് ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എക്സ്പെരിമെന്റ്. ഇത് ശരിക്കും ഒരു തോട്ട് എക്സ്പെരിമെന്റ് മാത്രമായിരുന്നു. അതായത് യഥാർത്ഥത്തിൽ നടത്തിയ പരീക്ഷണമല്ല, മറിച്ച് വെറും ഒരു സാങ്കല്പിക പരീക്ഷണം. ഒരു പെട്ടിക്കുള്ളിൽ ഒരു പൂച്ചയെയും വിഷാംശം നിറഞ്ഞ ഒരു പദാർത്ഥവും വച്ച ശേഷം ആ പെട്ടി അടച്ചു വയ്ക്കുകയാണ്. ഈ വിഷപദാർത്ഥം പൊട്ടിയാൽ ആ പെട്ടിക്കുള്ളിൽ അത് നിറഞ്ഞ് പൂച്ച മരിക്കും. പക്ഷേ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത 50%. ആ പെട്ടി തുറന്നു നോക്കിയാൽ മാത്രമേ പെട്ടിക്കുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പെട്ടി തുറന്നു നോക്കുന്നതുവരെ ആ പൂച്ച ഒരു സൂപ്പർ പൊസിഷനിലായിരുന്നുവെന്ന് ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനാകും. അതായത് ആ പൂച്ച മരിച്ചു, പക്ഷേ മരിച്ചില്ല എന്നൊരവസ്ഥ. ക്വാണ്ടം തിയറിയിലെ നിയമങ്ങൾ എത്രത്തോളം വിചിത്രമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ പരീക്ഷണം നടത്തിയത്. ഒടുവിൽ 1957 ഹ്യൂഗ് എവററ്റ് എന്നൊരു അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഇതിനൊരുത്തരം എന്ന രീതിയിൽ ഒരു സിദ്ധാന്തം ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമനുസരിച്ച് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായും സംഭവിക്കും. പക്ഷേ അതിലൊരു സാധ്യത മാത്രമായിരിക്കും നമ്മുടെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. ബാക്കി എല്ലാ സാധ്യതകളും സംഭവിക്കുന്നത് നമ്മളിൽ നിന്നും പിരിയുന്ന മറ്റ് പ്രപഞ്ചങ്ങളിലായിരിക്കും. ഉദാഹരണത്തിന്, പെട്ടിക്കുള്ളിൽ പൂച്ചയെ അടച്ചു വെക്കുന്ന സമയത്തിൽ തന്നെ നമ്മുടെ പ്രപഞ്ചം രണ്ടായിട്ട് പിരിയുകയാണ്. ശേഷം പെട്ടി തുറന്നു നോക്കുമ്പോൾ പൂച്ച മരിച്ചിട്ടില്ല എങ്കിൽ മറ്റേ പ്രപഞ്ചത്തിൽ അത് മരിച്ചിട്ടുണ്ടായിരിക്കും. ഈ സിദ്ധാന്തമനുസരിച്ചാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിന് സമാന്തരമായ രീതിയിൽ അനന്തമായ പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും രണ്ട് പ്രപഞ്ചങ്ങൾ തുല്യമായിരിക്കില്ല. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളെങ്കിലും ഓരോ പ്രപഞ്ചവും തമ്മിലുണ്ടായിരിക്കും. കാരണം ഒരു പ്രപഞ്ചത്തിൽ തന്നെ സംഭവിക്കേണ്ടിയിരുന്ന സാധ്യതകളിൽ നിന്നുമാണ് മറ്റൊരു പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഇത് ശരിക്കും വളരെ വിചിത്രമായ ഒരു സിദ്ധാന്തം തന്നെയാണ്. ഇതിനു പുറമെ പാരലൽ യൂണിവേഴ്സിനെ നമുക്ക് സ്ട്രിംഗ് തിയറിയിലൂടെയും വിശദീകരിക്കാൻ കഴിയും. ക്വാണ്ടം തിയറി പോലെ സ്ട്രിംഗ് തിയറിയും വളരെ വിചിത്രമായ ഒരു സിദ്ധാന്തമാണ്. എന്തായാലും വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ സ്പേസ് ടൈമിന് 4 ഡയമെൻഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനു പുറമെ നമുക്ക് കാണാൻ പറ്റാത്ത ഡയമെൻഷൻസും ഉണ്ടെങ്കിലോ? സ്ട്രിംഗ് തിയറിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ സ്പേസ് ടൈമിന് ശരിക്കും 11 ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കാകെ 4 ഡയമെൻഷൻസ് മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂവെങ്കിൽ ബാക്കി 7 ഡയമെൻഷൻസിൽ നമ്മുടെ പ്രപഞ്ചത്തിനെ പോലെ വേറെയും പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഡയമെൻഷൻസിനെ നമുക്ക് കാണാൻ സാധിക്കാത്തതിനാൽ തന്നെ ആ ഡയമെൻഷൻസിലുള്ള പ്രപഞ്ചങ്ങളെയും നമുക്ക് കാണാൻ പറ്റില്ല. ഡാർക്ക് മാറ്റർ എന്ന നിഗൂഢത ഒരുപക്ഷെ മറ്റൊരു ഡയമെൻഷനിലുള്ള സാധാരണ മാറ്റർ ആയിരിക്കുമെന്ന സിദ്ധാന്തവും സ്ട്രിംഗ് തിയറിയുമായിട്ട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ രീതികളിലല്ലാതെ ഇനിയും ഒരുപാട് രീതികളിൽ മൾട്ടിവേഴ്സിനെയും പാരലൽ യൂണിവേഴ്സിനെയും നമുക്ക് വിവരിക്കാൻ കഴിയും. വേണമെങ്കിൽ മൾട്ടിവേഴ്സും പാരലൽ യൂണിവേഴ്സും ഒന്ന് തന്നെയാണെന്ന രീതിയിൽ വരെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ചില ശാസ്ത്രജ്ഞർ മൾട്ടിവേഴ്സിനെ 9 തലങ്ങളിൽ വരെ തരം തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് രീതിയിൽ വിവരിച്ചാലും മൾട്ടിവേഴ്സും പാരലൽ യൂണിവേഴ്സുമൊക്കെ നിലവിൽ വെറും സിദ്ധാന്തങ്ങൾ മാത്രമാണ്. ഇവ യാഥാർത്ഥ്യം തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ വളരെ ഗൗരവപരമായിട്ട് തന്നെ പല ശാസ്ത്ര ഗവേഷണ സംഘങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരേക്കും ഒരു തെളിവ് പോലും ആർക്കും കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, ഈ പറഞ്ഞ സിദ്ധാന്തങ്ങളൊക്കെ ശാസ്ത്രലോകം പൂർണ്ണമായും അംഗീകരിച്ചിട്ടുള്ളവയുമല്ല. നമ്മുടെ പ്രപഞ്ചത്തിന് പുറത്ത് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെയും ചേർത്താണ് നമ്മൾ പ്രപഞ്ചമെന്ന് പറയുന്നത്. അതിനാൽ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിന് പുറത്ത് മറ്റൊരു പ്രപഞ്ചമുണ്ടെന്ന് പറയുന്നത് തെറ്റാണെന്ന് വാദിക്കുന്ന ശാസ്ത്രജ്ഞരുണ്ട്. അതുപോലെ പാരലൽ യൂണിവേഴ്സ് എന്നത് വെറും വിഡ്ഢിത്തമാണെന്ന് കരുതുന്ന ധാരാളം ശാസ്ത്രജ്ഞരുമുണ്ട്. എന്തായാലും തെളിയിക്കപ്പെടുന്നതുവരെ ഇതിനെ വെറും സിദ്ധാന്തം മാത്രമായിട്ട് പരിഗണിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതിലേത് സിദ്ധാന്തമാണ് യാഥാർത്ഥ്യമായിരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.